എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇന്ന് അല്പം കപ്പ കിട്ടി. അത് നമുക്ക് വേവിക്കാനുള്ള ഒരു പരിപാടിയാണ്. കപ്പ മാത്രം വേവിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിന് എന്തൊക്കെ ചേർക്കാം, നമുക്ക് ഏത് രീതിയിൽ നമുക്കത് അരിഞ്ഞെടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ കപ്പ ഒന്ന് കൊത്തി അരിയാം. ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അധികം ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ അതിൻ്റെ ഞരമ്പം നമുക്ക് വേറെ കിട്ടുകയും ചെയ്യും. അത് പകുതി വെച്ച് ഒടിച്ച് കളഞ്ഞു. നമ്മുടെ കപ്പ എല്ലാം വേവിക്കാൻ പറ്റിയ പാകത്തിനാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കപ്പ പുഴുങ്ങുന്നതും നല്ല ടേസ്റ്റാണ്. ഇറച്ചിയില്ലാതെ വേവിക്കുന്നതും ടേസ്റ്റാണ്. ബീഫും കൂടി ഇട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മൂന്നും, ഈ കാര്യങ്ങളെല്ലാം കുത്തിയരിഞ്ഞ് കടുക് വറുത്ത് വേറെ ഉണ്ടാക്കുന്ന എങ്ങനെയായാലും കപ്പ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. പശപ്പൊക്കെ ഒന്ന് പൊക്കോട്ടെ. അപ്പോൾ നമുക്ക് നല്ല കളറോട് കൂടി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ. നമ്മൾ വൃത്തിയായി എല്ലാം കഴുകിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലാതെയും പുഴുങ്ങാം. കപ്പ ഇനി വേവിക്കാൻ പോവുകയാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കപ്പ ഇടാം. അപ്പോൾ ഇത് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അത് കുറച്ച് നേരം ആവി കയറി ശരിയായിട്ട് തിളച്ച് വേകട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് തിരുമിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് തിളച്ച് കറക്റ്റ് പാകമായി. ഇനി നമ്മളത് ഊറ്റാൻ പോവാം. അപ്പോൾ ഇതിന് ചേർക്കാനുള്ളത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു മുറി തേങ്ങ, കാന്താരി മുളക് ഒരു 10 കഷ്ണം, 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, അല്പം ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ടടിക്കാം. നമുക്ക് ആവശ്യമായ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സ് ചെയ്യാം. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാം എടുത്ത് അരച്ച് കഴിഞ്ഞു. നമ്മൾ അരച്ച അരപ്പെല്ലാം ഇട്ടു. ഇനി നമുക്കത് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. ഈ തുടിപ്പ് ഇട്ടിട്ട് നമുക്ക് ശരിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ആവണം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നല്ലോ. അപ്പോൾ ഉപ്പും ഈ അരപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല കുഴഞ്ഞ പരുവായി കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സ്പൂണിട്ടാൽ നടക്കത്തില്ല. നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉള്ള തുടിപ്പെന്നാണ് പറയുന്നത്. ഇതാകുമ്പോൾ അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ പൂർണ്ണമായി. നല്ല സൂപ്പർ കപ്പയായിട്ട് പൊടിഞ്ഞു. നല്ല കപ്പയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാ ചേരുവകളോടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇത് കപ്പ വേവിച്ചത് ഇവിടെ പൂർണ്ണമായി. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഇതിനൂടെ ചട്നി വേണേൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ മീൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണേൽ ഉണ്ടാക്കാം.